ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിച്ചത് അനുമോള് നമ്മുടെ നെവിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ടാണ്. അതായത് നെവിൻ ഇന്നലെ രാത്രിയിൽ ഇവരുടെ അടുത്ത് വന്ന് കുറെ നേരം കിടന്നുവെന്നും പിന്നീട് പോയിട്ട് തക്കാളിയോ അങ്ങനെ എങ്ങോട്ട് എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇവരുടെ ബെഡിൽ കൊണ്ടുവന്നിരുന്ന് കഴിച്ചുവെന്നും ഒക്കെ അനുമോള് പറയുന്നുണ്ട്. സോ അതിന് ശേഷം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ നെവിനെതിരായിട്ട് അനുമോൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കാണുന്നത് ലൈവിലാണ്. അതായത് ഈ നമ്മുടെ ജിസയിലും അനുമോളും തമ്മിലുള്ള വഴക്കിന് ശേഷം ഇവർ പുറത്തു പോയിരിക്കുന്ന സമയത്ത് ശൈത്യയുടെ അടുത്തും അഭിലാഷിന്റെ അടുത്തുമായിട്ടാണ് പറയുന്നത് നമ്മുടെ നെവിന്റെ പെരുമാറ്റം ശരിയല്ല, അവന്റെ ചില ആക്ഷൻസ് ശരിയല്ല എന്നൊക്കെ. അത് വളരെ മോശമായ രീതിയിൽ എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത്. സോ എപ്പിസോഡില് അനുമോള് ഈ തുടങ്ങുമ്പോൾ തന്നെ നെവിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം കാണിച്ച സ്ഥിതിക്ക് മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു കാര്യം ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നെവിൻ കുറച്ച് ഫണ്ണാണ്, അതുപോലെ തന്നെ കുറച്ച് ഓവറുമാണ്. ശരിയാണ്, കുറച്ച് ഓവറാണ്. ബട്ട് ഒരു എന്റർടൈനർ ആയിട്ട് കൂടിയാണ് ഞാൻ നെവിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് നെവിന്റെ പെരുമാറ്റം മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്. അപ്പൊ അനുമോളുടെ പരാതിയെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അനുമോൾ പറഞ്ഞൊരു പരാതി വളരെ സീരിയസ് തന്നെയാണ്. ബിഗ് ബോസ് ആ വിഷയം സംസാരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരം വിഷയങ്ങളിൽ ഒരു ഡൗട്ട് നിൽക്കാൻ പാടില്ല. അതായത് ഒരു പക്ഷെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലോ ഈ നെവിൻ അങ്ങനെ ആരടുത്തും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. മെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ഒക്കെ പോയിട്ട് അടുത്തിരിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ നെവിൻ അങ്ങനെ ഒരു ബൗണ്ടറി വെച്ചിട്ടില്ല. അത് നെവിന്റെ ഒരു വലിയ പോരായ്മയാണ്. ഇത് ബിഗ് ബോസ് വീടാണെന്നും ഇവിടെ പലതരം മനുഷ്യരാണുള്ളതെന്നും എല്ലാവരും ഒരുപോലെ അല്ല. ഒരാൾക്ക് അത് കുഴപ്പമില്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കുഴപ്പമാകാം. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന ആളെടുത്ത് പോയി ഇരിക്കുമ്പോഴോ കെട്ടിപ്പിടിക്കുമ്പോഴോ അവർ ഓക്കെ ആയിരിക്കും, അവർക്കത് പ്രശ്നമല്ല, വളരെ സോഷ്യൽ ആയിരിക്കും. വൈ എന്ന് പറയുന്ന ആള് ചിലപ്പം പക്ഷേ വളരെ ഇത്തരം ബൗണ്ടറീസിലൊക്കെ വളരെയധികം കർക്കശമായിട്ട് ഉള്ള നിലപാടുകളുള്ള ആളായിരിക്കും. അവരെപ്പോഴും അങ്ങനെ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അവരുടെ അടുത്ത് ആരും വന്ന് ഇങ്ങനെ തോടുന്നതും അടുത്തിരിക്കുന്നതും അവർക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പം ഒയ് എന്ന് പറയുന്ന ആൾ അങ്ങനെ ആയിരിക്കാം. ഇസഡ് എന്ന് പറയുന്ന ആള് ബിഗ് ബോസ് ആയതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നവരായിരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓഡിയൻസ് എന്ത് വിചാരിക്കും, തെറ്റിദ്ധരിക്കാം, ചിലപ്പോൾ ചെറിയ ക്ലിപ്സ് പുറത്തു പോവാം. അത് സത്യമാണ്. ബിഗ് ബോസിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിന് എപ്പോഴും ഒരു പേടി ഉണ്ടാവും. അവരുടെ വീഡിയോസ് ഒക്കെ അല്ലെങ്കിൽ ലൈവിൽ അത് കാണുമ്പോൾ ഓഡിയൻസ് തെറ്റിദ്ധരിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വളരെയധികം ആ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അപ്പോ ഇവിടെ നെവിന്റെ പെരുമാറ്റം അനുമോൾ പറഞ്ഞതുപോലെ ഇന്റൻഷനലി മോശമായിട്ടാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണെങ്കിൽ നെവിൻ ഒരു സ്വന്തം സിസ്റ്ററെ പോലെ അവരുടെ അടുത്ത് പോയിരിക്കുകയും അവിടെ അവരുടെ ബെഡിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്താണെങ്കിൽ അതും തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യണം. കാരണം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഒരാളുടെ ലൈഫ് സ്പോയിലായി പോകാൻ പാടില്ല. ഒരാളെ കുറിച്ചും ആളുകൾക്ക് തെറ്റായിട്ട് ഒരു കാര്യം തോന്നാൻ പാടില്ല. ഇത് എപ്പിസോഡിൽ കുറച്ച് ഭാഗം കാണിച്ച സ്ഥിതിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ലൈവ് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എപ്പിസോഡ് മാത്രമല്ല, ലൈവ് ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി ആവശ്യമാണ്. ഇപ്പൊ എന്താണോ നമ്മുടെ അക്ബറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ടായിരുന്നത്, അതേ കാര്യം ഇവിടെ നെവിന്റെ കേസിൽ വന്നിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടി ഒരു സീരിയസ് അലിഗേഷൻ ആണ് നെവിന്റെ കേസിൽ. അപ്പൊ അത് ഈ മുളയിലെ തന്നെ നുള്ളിയില്ല എങ്കിൽ അത് കൂടുതൽ സീരിയസ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നെവിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടതും ആവശ്യമാണ്. കാരണം ബിഗ് ബോസ് ആണത്. ഇവിടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. മെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പോലും ഓടിച്ചെന്ന് ചാടിച്ചെന്നൊക്കെ ഇരിക്കുമ്പോൾ അത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ സീസണിൽ മെയിൽ കണ്ടസ്റ്റൻസ് വളരെ മോശമായിട്ടുള്ള വിക്ടിം കാർഡ്സ് ഇറക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ സീസണിൽ. അപ്പൊ ഈ സീസണിലും അതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും എപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരും. അത് വളരെ മോശമായിട്ട് മാറും. അപ്പൊ എന്തായാലും അനുമോളുടെ കേസിൽ ഞാൻ അനുമോൾ പറയുന്നതിനെ അവിശ്വസിക്കുന്നില്ല. അനുമോൾക്ക് അങ്ങനെ തോന്നാം. കാരണം അവിടെ വന്നിരിക്കുന്ന ആരെയും ഇവർക്കൊന്നും അങ്ങനെ അത്ര നന്നായിട്ട് നേരത്തെ അറിയണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തെറ്റിദ്ധാരണകളും ഉണ്ടാവാം. അത് എന്ത് തന്നെയാണെങ്കിലും അത് പരിഹരിക്കപ്പെടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.